ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് നിങ്ങൾ നേരത്തെ തമ്പനയിൽ കണ്ടതുപോലെ വളരെ ട്രിക്കി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അതായത് വേഗത്തിൽ എങ്ങനെ ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിനെ തിരിച്ചറിയാം അല്ലെങ്കിൽ കണ്ടെത്താം, നമ്മുടെ പരീക്ഷകളിൽ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്, അപ്പോൾ എന്താണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് അറിയാം. അതായത് ഏറ്റവും വലിയ സംഖ്യയുടെ വർഗം മറ്റ് രണ്ട് ചെറിയ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായാൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. വരാൻ പോകുന്ന PSC, SSC, RRB, ബാങ്ക് എന്ന് തുടങ്ങുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. മക്കളെ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് നിങ്ങൾക്കറിയാം എന്താണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ലാർജ് നമ്പറിൻ്റെ സ്ക്വയർ എന്തിന് തുല്യമായിരിക്കണം? മറ്റ് സ്മാളർ രണ്ട് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിന് തുല്യമായിരിക്കണം അല്ലേ? ഇതിനെ വിളിക്കുന്നവരാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. വലിയ സംഖ്യയുടെ സ്ക്വയർ ചെറിയ രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ സമ്മിന് തുല്യമായിരിക്കണം. ചെറിയ രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ സമ്മിന് തുല്യമായിരിക്കണം. അപ്പോൾ നമ്മളിതാ വേഗത്തിൽ എങ്ങനെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിച്ചെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മക്കളെ, ഓഡ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട പൈതഗോറിയൻ ട്രിപ്ലെറ്റ് കേട്ടു. എടാ, ഓഡ് നമ്പർ ഒന്ന് വിട്ടേരെ. 3, 5, 7, 9, 11, ഇനി അങ്ങോട്ട് 13, 15 എത്ര വന്നാലും നിങ്ങൾ ഏറ്റവും സ്മാളർ നമ്പർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. 3, എടാ 5, 7, 9, 11 എന്ന് തുടങ്ങുന്ന സ്മാളർ നമ്പർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എടാ 3 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിനകത്തിൽ ഉൾപ്പെടുന്ന സംഖ്യ. 5 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിനകത്ത് ഉൾപ്പെടുന്ന സംഖ്യ. 7, 9, 11 അങ്ങോട്ട് പോകുന്ന എല്ലാവരും പൈതഗോറിയൻ ട്രിപ്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകളാണ്. അപ്പം മക്കളെ, ഏറ്റവും ചെറിയ സംഖ്യ 3, നമുക്ക് 3 തുടങ്ങാം. 3 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണെങ്കിൽ ബാക്കി രണ്ട് സംഖ്യകൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശം മക്കളെ 3 ആണ് എങ്കിൽ ബാക്കി രണ്ട് വശങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാൻ അതായത് നിങ്ങളിതാ ഈ ഓഡ് നമ്പർ മാത്രം ഓർത്ത് നോക്ക്. 3, 5, 7, 9, 11, 3, 5, 7, 9, 11 അവ ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിൻ്റെ ഒരു സംഖ്യയാണെങ്കിൽ ബാക്കി രണ്ട് സംഖ്യകൾ ഏതെല്ലാം വരും എന്നറിയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എടുക്കുക. അതായത് ഏറ്റവും ചെറിയ സംഖ്യയുടെ സ്ക്വയർ. മക്കളെ, ഏറ്റവും ചെറിയ സംഖ്യ 3. ഏറ്റവും ചെറിയ സംഖ്യ 3. 3ൻ്റെ സ്ക്വയർ പറ. 3ൻ്റെ സ്ക്വയർ പറ. 9. 3ൻ്റെ സ്ക്വയർ 9. ആ 9ൻ്റെ പകുതി പറ. 9ൻ്റെ പകുതി പറ. എടാ, ഏറ്റവും ചെറിയ സംഖ്യ 3 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9ൻ്റെ പകുതി 4.5 ആണ്. 4.5 ആണോ? എങ്കിൽ ആ 4.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി വരുന്ന രണ്ട് സംഖ്യകളുടെയും മക്കളെ നടുവിലത്തെ സംഖ്യയാണ് 4.5. എടാ, ബാക്കി 3 ആണ് ഒരു സംഖ്യ എങ്കിൽ ബാക്കി വരുന്ന രണ്ട് സംഖ്യകളുടെയും നടുവിലത്തെ സംഖ്യയാണ് 4.5. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓഡ് നമ്പർ വരുന്ന, അതായത് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് ഓഡ് നമ്പർ വരുന്ന ട്രിപ്ലെറ്റുകൾ പരിശോധിക്കാൻ ഏറ്റവും ചെറിയ സംഖ്യ മക്കളെ 3. ആ 3ൻ്റെ സ്ക്വയർ എടുക്കണം. 3ൻ്റെ സ്ക്വയർ 9. 9ൻ്റെ പകുതി എടുക്കണം. 9ൻ്റെ പകുതി. ഏറ്റവും ചെറിയ സംഖ്യ 3. 3ൻ്റെ സ്ക്വയർ 9. 9ൻ്റെ പകുതി എടുക്കണം. 4.5. എങ്കിൽ ആ 4.5ൻ്റെ തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ ഏതാ മക്കളെ? 4. 4.5 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ പറ മക്കളെ? 5. ഇത് രണ്ടുമായിരിക്കും അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന ട്രിപ്ലെറ്റ്സ്. 3, 4, 5 ശരിയല്ലേ? 3, 4, 5 സിമ്പിൾ അല്ലേ? നോക്കിയടാ, ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ 5. ഞാൻ പറഞ്ഞ എന്തുവാ? ഏറ്റവും ചെറിയ നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ, ഏറ്റവും ചെറുത് ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കാണണം. 5ൻ്റെ സ്ക്വയർ മക്കളെ 25. 5ൻ്റെ സ്ക്വയർ മക്കളെ 25. 25ൻ്റെ പകുതി പറ. 25ൻ്റെ പകുതി പറ. 25ൻ്റെ പകുതി 12.5. 12.5 എങ്കിൽ 12.5 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട നമ്മുടെ സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യ 12.5. നമ്മുടെ രണ്ട് സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യയാണ് മക്കളെ 12.5.
എങ്കിൽ 12:30-ക്ക് തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ 12, 12:30 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 13, 12ഉം 13ഉമാണ് മക്കളെ നമ്മുടേതാ നെക്സ്റ്റ് ട്രിപ്ലറ്റ്. 5, 12, 13. മനസ്സിലായോ? 5, 12, 13. നോക്ക്, അടുത്ത 7 നോക്കാം. ഞാൻ പറഞ്ഞെന്തുവാ, ഓഡ് നമ്പർ ആണെങ്കിൽ തന്നിരിക്കുന്ന 7ൻ്റെ സ്ക്വയർ എടുക്കണം. നമുക്കറിയാം 7ൻ്റെ സ്ക്വയർ 49. 49ൻ്റെ പകുതി എത്രടാ? 49ൻ്റെ പകുതി 24.5. 24.5. 24.5. എടാ 24.5ൻ്റെ തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ 24. 24.5 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 25. ദാ എടാ 7, 24, 25. അതാണ് അടുത്ത ട്രിപ്ലറ്റ്. 7, 24, 25. എടാ 7, 24, 25. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല മക്കളെ. 9 ആണ് ഒരു ട്രിപ്ലറ്റ് എങ്കിൽ, എടാ ഏറ്റവും ചെറിയ സംഖ്യ 9 ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒറ്റ സംഖ്യയാണ്. 9 ഒരു ഓഡ് നമ്പറാണ്. 9ൻ്റെ സ്ക്വയർ എടുക്കണം. 9ൻ്റെ സ്ക്വയർ 81. 81ൻ്റെ പകുതി മക്കളെ 40.5. ഈ ഏറ്റവും ചെറിയ സംഖ്യ 9ൻ്റെ സ്ക്വയർ 81. 81ൻ്റെ പകുതി 40.5 ആണ്. എങ്കിൽ 40.5ൻ്റെ തൊട്ട് താഴെ വരുന്ന എണ്ണൽ സംഖ്യ 40. 40.5 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 41. എങ്കിൽ ഇത് രണ്ടുമായിരിക്കും മക്കളെ ആ ട്രിപ്ലറ്റിൽ ബാലൻസ് ആയിട്ട് വരുന്ന രണ്ട് സംഖ്യകൾ. 9, 40, 41. 9, 40, 41. എളുപ്പമല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല. എടാ അടുത്തത് 11. നമ്മൾ എന്തോ ചെയ്യണം? 11ൻ്റെ ഏറ്റവും ചെറിയ 11ൻ്റെ സ്ക്വയർ എടുക്കണം. 11ൻ്റെ സ്ക്വയർ 121. 121ൻ്റെ പകുതി എടുക്കണം. 121ൻ്റെ പകുതി മക്കളെ 60.5. 121ൻ്റെ പകുതി 60.5. 60.5ൻ്റെ തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ 60. 60.5 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 61. എടാ 11 കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ട്രിപ്ലറ്റിനകത്തിൽ 11, 60, 61. 11, 60, 61. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ. എടാ ഒറ്റ സംഖ്യ കൂട്ടത്തിലെ ട്രിപ്ലറ്റിനകത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ, ഏറ്റവും ചെറുത് ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൽ ബാക്കി ആരൊക്കെ വരുമെന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എടാ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ പകുതി തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ, അതായത് ഏറ്റവും ചെറിയ സംഖ്യയുടെ സ്ക്വയർ എടുക്കുക. അതിൻ്റെ പകുതി എടുക്കുക. ആ പകുതി എന്ന് പറയുന്നത് മക്കളെ എപ്പോഴും നമുക്ക് വേണ്ട നമ്മുടെ സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യകളായിരിക്കും. എങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യയും തൊട്ടപ്പുറത്തുള്ള എണ്ണൽ സംഖ്യയും പറഞ്ഞാൽ മതി. അതാണ് നമ്മുടെ ഉത്തരങ്ങൾ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഓഡ് നമ്പറിൻ്റെ കേസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ 13 ഒരു ട്രിപ്ലറ്റിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വന്നാൽ ബാക്കി രണ്ട് നമ്പർ ഏതൊക്കെ വരുമെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ശരിതാ, ഞാൻ ഈവൻ നമ്പറിലോട്ട് കിടക്കുന്നു. ഈവൻ നമ്പർ. ഓക്കെ, അപ്പോൾ ആ ഈവൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോട്ട് കിടക്കുന്നു. 8, 15, 17. മക്കളെ 8, 15, 17 അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. 8, 15, 17. 8, 15, 17 ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. അപ്പോൾ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് എന്ന് മനസ്സിലാക്കുമ്പം ഏറ്റവും ചെറിയ നമ്പർ 8. അത് ഒരു ഈവൻ നമ്പറാണ്. 8 ഒരു ഈവൻ നമ്പറാണ്. നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എടാ ചെയ്യേണ്ടതേ ഉള്ളൂ. ഓഡ് നമ്പറിൻ്റെ കേസ് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈവൻ നമ്പറിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ ഒരു ട്രിപ്ലറ്റിനകത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ, ഒരു ട്രിപ്ലറ്റിലെ ഏറ്റവും ചെറിയ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ബാക്കി രണ്ട് നമ്പേഴ്സ് ആരൊക്കെ വരുമെന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ, അവൻ്റെ പകുതി എടുക്കണം. ആദ്യം അവൻ്റെ പകുതി എടുക്കണം. മക്കളെ 8ൻ്റെ പകുതി 4. 4ൻ്റെ സ്ക്വയർ കാണണം. എടാ 8ൻ്റെ പകുതി എടുക്കണം. 8ൻ്റെ പകുതി 4. 4ൻ്റെ സ്ക്വയർ എടുക്കണം. 4ൻ്റെ സ്ക്വയർ മക്കളെ 16. എങ്കിൽ 16. ശരിയാണോ? എങ്കിൽ ഈ 16ന് തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യയും തൊട്ടപ്പുറത്തുള്ള എണ്ണൽ സംഖ്യയുമാണ് നമ്മുടെ ഉത്തരങ്ങൾ. 16ൻ്റെ തൊട്ട് താഴെ ആരാ മക്കളെ? 16ൻ്റെ തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ എത്ര? 15. 16 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ ആരാ മക്കളെ? 17. 15ഉം 17ഉമാണ് അതിൽ ബാലൻസ് ആയിട്ട് വരുന്ന രണ്ട് സംഖ്യകൾ. വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. വേണ്ടത് ഈവൻ നമ്പറിൻ്റെ കേസാണെങ്കിൽ മക്കളെ, ഈവൻ നമ്പറിൻ്റെ കേസാണെങ്കിൽ തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ഈവൻ നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുക്കണം. പകുതിയുടെ സ്ക്വയർ 8ൻ്റെ പകുതി 4. 4ൻ്റെ സ്ക്വയർ 16.
ഓക്കെ ആണോ? എങ്കിൽ 16 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ രണ്ട് സംഖ്യകളുടെ മിഡിൽ നമ്പറാണ് മക്കളെ 16. എങ്കിൽ 16 തൊട്ട് താഴെയുള്ള എണ്ണൽ സംഖ്യ ആരാ? 15. 16 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ ആരാ? 17. ഇത് രണ്ടുമാണ് നമ്മുടെ ആ പൈതഗോറിയൻ ട്രിപ്ലറ്റിനകത്തിൽ ബാലൻസ് വരുന്ന രണ്ട് സംഖ്യകൾ. മനസ്സിലായോ? എളുപ്പമല്ലേ? ഒന്നുകൂടെ, ഏറ്റവും ചെറിയ സംഖ്യ 12, ഏറ്റവും ചെറുത് 12. 12ന്റെ ആ ട്രിപ്ലറ്റിൽ ബാക്കി ആരൊക്കെ വരുമെന്നറിയാൻ ഒന്നുമില്ല. എടാ 12ന്റെ പകുതി, 12 ഈവൻ നമ്പറാണ്, ഈവൻ നമ്പറാണ്, ഈവൻ നമ്പറാണ്. 12ന്റെ പകുതി 6. 6ന്റെ സ്ക്വയർ 36. മക്കളെ 6ന്റെ സ്ക്വയർ 36. എങ്കിൽ 36ന്റെ തൊട്ട് താഴെ വരുന്ന എണ്ണൽ സംഖ്യ 35. 36 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 37. ഇത് രണ്ടുമാണ് ബാക്കിയായിട്ട് വരുന്ന രണ്ട് ട്രിപ്ലറ്റ്സ് അല്ലേ? ആണ് എടാ, ആണ്. ഒന്നുമില്ല. 16ന്റെ കൂടെ ബാക്കി ആരൊക്കെ വരും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഏറ്റവും ചെറിയ നമ്പർ 16. 16ന്റെ പകുതി, 16 ഈവൻ നമ്പറാണ്, അതുകൊണ്ട് 16ന്റെ പകുതി. 16ന്റെ പകുതി 8. 8ന്റെ സ്ക്വയർ 64. 8ന്റെ സ്ക്വയർ 64. 64ന്റെ തൊട്ട് താഴെ വരുന്ന എണ്ണൽ സംഖ്യ 63. 64 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ മക്കളെ 65. എങ്കിൽ അവിടെ വരുന്ന ആ ട്രിപ്ലറ്റ്സിലെ ബാക്കി രണ്ട് നമ്പേഴ്സ് 16, 63, 65. എളുപ്പമല്ലേ? അപ്പോൾ എടാ 6 ഒരു ട്രിപ്ലറ്റിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ 6ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി രണ്ടുപേർ ആരൊക്കെ വരുമെന്ന് പറയാമോ? ഒന്നുമില്ല. 6ന്റെ സ്ക്വയർ ആരാ? 6ന്റെ പകുതി എത്ര? 6 ഒരു ഈവൻ നമ്പറാ. ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ സ്ക്വയർ എടുത്തിട്ട് പകുതി എടുക്കും. ഈവൻ നമ്പർ ആയതുകൊണ്ട് പകുതി എടുത്തിട്ട് സ്ക്വയർ എടുക്കും. ഒന്നുകൂടെ പറയാം, ഓഡ് നമ്പർ ആണെങ്കിൽ സ്ക്വയർ എടുത്തിട്ട് പകുതി എടുക്കും. ഈവൻ നമ്പർ ആയതുകൊണ്ട് പകുതി എടുത്തിട്ട് സ്ക്വയർ. ഓക്കെ ആണോ? ഒന്നുകൂടെ പറ. എടാ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം സ്ക്വയർ ചെയ്യും, എന്നിട്ട് പകുതി എടുക്കും. സ്ക്വയർ എടുത്തിട്ട് പകുതി എടുക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ ആദ്യം പകുതി എടുക്കും, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യും. ശരിയാണോ? എങ്കിൽ പറ, 6 ഒരു ഈവൻ നമ്പറാ. 6ന്റെ പകുതി 3. ശരിയാണോ? 6ന്റെ പകുതി 3. 3ന്റെ സ്ക്വയർ എത്ര മക്കളെ? 9. 9ന്റെ തൊട്ട് താഴെ ആരാ? 8. 9 കഴിഞ്ഞാരാ? 10. എങ്കിൽ ആ ട്രിപ്ലറ്റിൽ ബാക്കി വരേണ്ട രണ്ട് സംഖ്യകൾ 8ഉം 10ഉം. 6, 8, 10. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കാര്യം പിടികിട്ടിക്കാണും എന്ന് കരുതട്ടെ. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട കിടിലൻ ഭാഗമാണ് പറഞ്ഞു തന്നത്. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പം ഇതേപോലെയുള്ള കൂടുതൽ ട്രിക്സുകളും ടിപ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ പറയുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്കും ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കൂടിയേ തീരൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ടും നല്ല ഭാവി നേർന്നുകൊണ്ടും തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം ഇസാഖ് പാവുമ്പ.